ഏത്തപ്പഴം തൊലി കറുത്ത കാരണത്താൽ ഇനി ആരും മാറ്റി വെക്കണ്ട. ഇതിൽ ധാരാളം പൊട്ടാസ്യവും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് തൊലി കറുത്ത ഏത്തപ്പഴം. ഈ ഏത്തപ്പഴം വെച്ച് ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇത്തരത്തിലുള്ള 2 ഏത്തപ്പഴം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തൊലി കറുത്ത ഏത്തപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇനിയും ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് കാച്ചിയ പാലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ ലേശം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നട്ട്സുകളെല്ലാം കഴുകി പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞെടുത്ത ഏത്തപ്പഴം മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് നമുക്ക് പാലും അതിനകത്തിട്ടിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടോടെയുള്ള പാലിൽ നട്ട്സ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും. നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താലും മതിയാവും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ